ഇപ്പോൾ പ്രധാനമന്ത്രി കുന്നംകുളത്ത് ചെറുവത്തൂർ ഗ്രൗണ്ടിലെ വേദിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയം മുൻപാണ് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങിയത്. അവിടെ നിന്നാണ് അദ്ദേഹം സമ്മേളന വേദിയിൽ എത്തിയത്. 5 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുന്നുണ്ട്. തൃശൂർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, ആലത്തൂരിലെ TN സരസു, മലപ്പുറത്തെ അബ്ദുൽ സലാം, പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യൻ, ചാലക്കുടിയിലെ K ഉണ്ണികൃഷ്ണൻ എന്നിങ്ങനെ 5 സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. സരസുവുമായി അദ്ദേഹം സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. S വിജയകുമാർ വിവരങ്ങളുമായി ചേരുന്നു. വിജയകുമാർ, എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തിയത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഈ വേദിയിലേക്ക് എത്തിയത്. അദ്ദേഹം ഇപ്പോൾ വേദിയിൽ ഇവിടെ 5 സ്ഥാനാർത്ഥികളാണ്. വേണു സൂചിപ്പിച്ചതുപോലെ ചാലക്കുടി മുതൽ പൊന്നാനി വരെയുള്ള 5 ലോക്സഭാ മണ്ഡലങ്ങളിലെ BJP NDA സ്ഥാനാർത്ഥിമാരാണ് ഇവിടെ ഈ വേദിയിലുള്ളത്. പ്രധാനമന്ത്രി അവർക്ക് വേണ്ടിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അവരോടുമായി സംസാരിക്കാൻ, അവരെ നേരിൽ കാണുകയും അവരുമായി സംസാരിക്കുകയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത്. നമുക്കറിയാം, നേരത്തെ ഡോക്ടർ സരസുവുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചു. ആ ഘട്ടത്തിൽ അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. അന്ന് ഡോക്ടർ സരസു ചില വിഷയങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത് പരിഹരിക്കും, അതിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ അവരുടെ സ്ഥാനാർത്ഥിത്വം അവർ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ അവരെ ഫോണിൽ വിളിച്ച സാഹചര്യങ്ങൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരോടും പ്രധാനമന്ത്രി സംസാരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നതിന് ശേഷം പ്രധാനമന്ത്രി 2 തവണ ഇപ്പോൾ കേരളത്തിലെത്തി. ഒന്ന് പാലക്കാട് റോഡ് ഷോയിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് ഇത് 2ാമത്തെ തവണയാണ് ഇവിടെ ഈ 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഈ കേരളത്തിലേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് കേരളം നീങ്ങുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടാകുന്നത്. വളരെ രാഷ്ട്രീയ കൗതുകത്തോടെ രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കുന്നുണ്ട് പ്രധാനമന്ത്രി എന്തൊക്കെ ഈ വേദിയിൽ ഇന്ന് സംസാരിക്കുമെന്നത്. നമ്മൾ തുടക്കത്തിൽ തൊട്ട് പറയുന്നത് പോലെ കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രധാനമന്ത്രിയുടെ നിലപാട്, സംസ്ഥാന സർക്കാരിനെതിരായ രാഷ്ട്രീയ ആരോപണങ്ങൾ, ഇതൊക്കെ തന്നെയായിരിക്കും ഈ വേദിയിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുക എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സാധാരണഗതിയിൽ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ വേദിയിൽ സംസാരിച്ചു മടങ്ങിയാൽ പിന്നീട് അതൊരു കുറച്ച് ദിവസത്തേക്ക് രാഷ്ട്രീയ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാവുന്ന മട്ടിലുള്ള പ്രസംഗമായിരിക്കാം അദ്ദേഹം പൊതുവെ നടത്തുക. ഇന്നും അത്തരത്തിൽ ഒരു പ്രസംഗം തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയെ അല്പസമയത്തിനകം അദ്ദേഹം ഈ വേദിയിൽ അഭിസംബോധന ചെയ്യും, അദ്ദേഹം സംസാരിക്കും. ഏതായാലും ഈ വിഷയത്തിൽ ഈ രാഷ്ട്രീയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ, പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കേരളം കടക്കുമ്പോൾ, അതുപോലെ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രി ഇവിടെ പ്രസംഗിക്കുന്നത് ദേശീയ രാഷ്ട്രീയം കൂടിയായിരിക്കും. അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് ഇന്ന് ഇത് തിരുവനന്തപുരത്ത് പരിപാടിയുണ്ട്, അതുകൂടെ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോകും. ഇന്നും നാളെയും അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ പരിപാടിയുണ്ട്. തമിഴ്നാട് BJPയുടെ ഒരു ശ്രദ്ധേയ കേന്ദ്രം കൂടിയാണ്. അപ്പോൾ കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന അടങ്ങുന്ന, കർണാടക ഒക്കെ അടങ്ങുന്ന ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ആ സംസ്ഥാനങ്ങളെ ഒരു പ്രത്യേകമായി കണക്കിലെടുത്തുകൊണ്ടുള്ള പ്രചാരണ പരിപാടികളാണ് BJP ദേശീയ നേതൃത്വം ഇത്തവണ കണക്കിലെടുക്കുന്നത്. കഴിഞ്ഞ തവണ 130 ദക്ഷിണേന്ത്യൻ സീറ്റുകളിൽ 30 എണ്ണമാണ് BJPക്ക് കിട്ടിയത്. അതിന്റെ എണ്ണം കൂട്ടണം എന്നതാണ് BJPയുടെ രാഷ്ട്രീയ തീരുമാനം, രാഷ്ട്രീയ അജണ്ട. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരമാവധി BJP സീറ്റുകളുണ്ട്. ഇനി അവിടെ അധികം സീറ്റുകൾ കിട്ടാൻ തരമില്ല. പിന്നീട് കിട്ടേണ്ടത് ഇത്തരം സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് പരമാവധി സീറ്റുകൾ സമാഹരിക്കുക ദക്ഷിണേന്ത്യയിൽ നിന്ന്. അതിനുതകുന്ന തരത്തിലുള്ള പ്രചാരണ രീതികളാണ് ഇത്തവണ BJP അവലംബിക്കുന്നത്. അതുകൊണ്ട് തുടർച്ചയായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. കേരളം, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തുടർച്ചയായി പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. നമുക്കറിയാം, തൃശ്ശൂരിൽ അദ്ദേഹം ആദ്യം എത്തിയപ്പോഴാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമായി, BJPയുടെ ഒരു പ്രചാരണ സ്ലോഗനായി അദ്ദേഹം ആദ്യമായി ഉന്നയിച്ചത് തൃശ്ശൂർ സംഘടിപ്പിച്ച വനിതകളുടെ സംഗമത്തിലായിരുന്നു. അന്നാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം മലയാളത്തിൽ അന്ന് സംസാരിക്കുകയും ചെയ്തത്. പിന്നീടാണ് അതൊരു രാഷ്ട്രീയ വിഷയമായി, ഒരു പൊളിറ്റിക്കൽ സ്ലോഗനായി രാജ്യവ്യാപകമായി BJP ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്തു. അങ്ങനെ കേരളത്തിൽ BJP നൽകുന്ന വലിയ ശ്രദ്ധ എന്ന് വെച്ചാൽ രാഷ്ട്രീയമായി BJP നൽകുന്ന ശ്രദ്ധ അത് എത്രത്തോളം ഉണ്ട് എന്നതിന്റെ സൂചന കൂടിയാണ് അത്തരം നിർണായക തീരുമാനങ്ങളൊക്കെ ഇവിടെ വെച്ചെടുക്കുന്നത്. 2 അക്കം എന്നതാണ് BJP കേരളത്തിലെ പ്രചാരണ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞ് 2 അക്കം കടക്കുക എന്നത്. അതിവിടെ എല്ലാ നേതാക്കന്മാരും അത് സംസാരിക്കുമ്പോൾ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. വേണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, രാഹുൽ ഗാന്ധി കേരളത്തിലുണ്ട്. തന്നെയല്ല, ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ഈ തൃശ്ശൂർ മണ്ഡലത്തിലുണ്ട്. അപ്പൊ പ്രധാനമന്ത്രി തുടക്കമിടുന്ന രാഷ്ട്രീയ വിവാദങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുക, രാഹുൽ ഗാന്ധി മറുപടി പറയുക. അങ്ങനെ ഈ പ്രചാരണത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ വളരെ തീവ്രമായ, സജീവമായ രാഷ്ട്രീയ വിഷയങ്ങൾ കൊണ്ട് കേരളം തിളച്ചു മറിയും
എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. അതിന്റെ തുടക്കമാകും ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഇവിടുത്തെ കുന്നംകുളത്തെ വേദിയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗമെന്ന് കരുതാം. 5 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി വോട്ട് ചോദിക്കുന്നത്. BJP വളരെ ശ്രദ്ധ വയ്ക്കുന്ന തൃശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുണ്ട്. നേരത്തെ സുരേഷ് ഗോപി വേദിയിൽ ഡോക്ടർ സരസ്വതിന് വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ട്. വലിയ ഹർഷാരവത്തോടെയാണ് സുരേഷ് ഗോപിയെ ഈ വേദിയിലേക്ക് BJP പ്രവർത്തകർ സ്വാഗതം ചെയ്തത്. അങ്ങനെ 5 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. ഇന്നലെയൊക്കെ അദ്ദേഹം ചില വിഷയങ്ങളിൽ BJP ഘടകത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് പരസ്യ നിലപാട് സ്വീകരിച്ചത് നമ്മളുടെ മുന്നിലുണ്ട്. അന്ന് അദ്ദേഹം ഈ കേരള സ്റ്റോറി തെരഞ്ഞെടുപ്പ് വിഷയമാക്കുമ്പോൾ ഞാൻ വെന്തൊരുകയാണ് എന്ന് സംസ്ഥാന ഘടകത്തോട് ഏതാണ്ട് ഒരു അല്പം പരുഷമായി പറയുന്നു. മാധ്യമങ്ങൾക്ക് മുൻപായി പരുഷമായി പറയുന്നത് നമ്മൾ കേട്ടതാണ്. പ്രധാനമന്ത്രിയുടെ പാലക്കാട്ടെ വേദിയിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോയിൽ മലപ്പുറത്തെ സ്ഥാനാർത്ഥിക്ക് അവസരം അബ്ദുൾ സലാമിന് അദ്ദേഹത്തിനോടൊപ്പം അവസരം ഇടം നൽകാതിരുന്നത് വലിയ ചർച്ച ആയതുമാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഡോക്ടർ അബ്ദുൾ സലാം ഈ വേദിയിലുണ്ട്. അദ്ദേഹം ഈ പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുകയാണ്. BJPയുമായി അകലുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം എന്തെങ്കിലും വിഷയങ്ങൾ ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ വേദിയിൽ സംസാരിക്കുമോ എന്നതും ഒരു രാഷ്ട്രീയ കൗതുകം തന്നെയാണ്. എന്തായാലും വേണു ഒരു കാര്യം ഉറപ്പാണ്, വളരെ വലിയ ആൾക്കൂട്ടത്തെ ഈ പ്രത്യേകിച്ച് പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള BJP പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഈ വേദിയിലുണ്ട്. ഈ സദസ്സിലും വേദിയിലും ഒക്കെ ഉണ്ട്. അങ്ങനെ അത്തരം പ്രവർത്തകരെയൊക്കെ സാക്ഷിയാക്കിയാണ് പ്രധാനമന്ത്രി അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ പ്രസംഗം ഇവിടെ നടത്താൻ പോകുന്നത്. രാഷ്ട്രീയ കേരളം വളരെ കൗതുകത്തോടെ അദ്ദേഹത്തിന് എന്താണ് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം എങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് പറയാനുള്ളത് എന്നത് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പൊ പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ ഈ സമയത്തൊക്കെ നടത്തിയ പ്രസംഗങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ വലിയ ചർച്ചയായതാണ്. നമുക്കറിയാം കച്ചിജീവ് അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാട് പിന്നീട് ദേശീയ തലത്തിലൊക്കെ ചർച്ചയാവുകയും കോൺഗ്രസ് ഒക്കെ വിദേശകാര്യ വകുപ്പുകൾ കൈകാര്യം ചെയ്ത കോൺഗ്രസ് നേതാക്കളൊക്കെ അതിനോട് പിന്നീട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് കേവലം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല മോദിയുടെ തെരഞ്ഞെടുപ്പ് കാല പ്രസംഗങ്ങൾ. അത് ദേശീയ തലത്തിലൊക്കെ ചർച്ച ചെയ്യും. ഇന്നലെയാണ് BJP അതിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഡൽഹിയിൽ പ്രകാശനം ചെയ്തത്. പ്രധാനമന്ത്രി തന്നെയാണ് അത് നിർവഹിച്ചത്. അതിലെ പരാമർശങ്ങളെ ചൊല്ലിയും രാഷ്ട്രീയ വിവാദമുണ്ട്. പ്രതിപക്ഷ പാർട്ടികളൊക്കെ വിമർശനവുമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല വിഷയങ്ങളിലും വർഗീയ ചേരിതിരിഞ്ഞും വിഭാഗീയതയ്ക്കും ഒക്കെ ശ്രമിക്കുകയാണ് BJP എന്ന വിമർശനം വീണ്ടും ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെയുള്ള മറുപടി ഇന്നത്തെ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയും. അദ്ദേഹത്തെ അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ പ്രസംഗം നമുക്ക് കേൾക്കുകയും ചെയ്യാം. വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഈ 5 സ്ഥാനാർത്ഥി പങ്കെടുക്കുന്ന ഇവിടുത്തെ വേദിയിലെ പരിപാടിക്ക് BJP നേതൃത്വം നൽകുന്നുണ്ട്. അതുപോലെ അത് രാഷ്ട്രീയമായി BJPക്ക് മുന്നോട്ട് പോകാൻ, അതായത് പ്രചാരണ വേദിയിൽ പുതിയ ഊർജം നൽകുന്നതായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്നാണ് നേതാക്കളൊക്കെ വിലയിരുത്തുകയും ചെയ്യുന്നത്. സംസ്ഥാനത്ത് BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ മത്സര രംഗത്താണ്. അപ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വം, ദേശീയ നേതൃത്വമാണ് ഈ BJPയുടെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലെ പ്രചാരണത്തിന്റെ ചുമതല. പ്രത്യേകിച്ച് തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം അടക്കം, ആറ്റിങ്ങൽ അടക്കം, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട BJP ശ്രദ്ധ വയ്ക്കുന്ന മണ്ഡലങ്ങളിലെ പ്രചാരണത്തിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് BJPയുടെ കേന്ദ്ര നേതൃത്വം, ദേശീയ നേതൃത്വം തന്നെയാണ്. അതുകൊണ്ട് അവർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് താരപ്രചാരകര് കേരളത്തിലൂടെ ഈ ദിവസങ്ങളിലൊക്കെ വന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഒരുപക്ഷെ പ്രധാനമന്ത്രി 1ാം ഘട്ട വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് വീണ്ടും വിവിധ മണ്ഡലങ്ങളിലെത്തും. ഇന്ന് തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം കാട്ടാക്കടയിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. റോഡ് ഷോ അവിടെയും അദ്ദേഹത്തിന്റെ പൊതുസമ്മേളനമൊക്കെ ഉണ്ടാകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ വളരെ സജീവമായി BJP ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ, സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന രാഷ്ട്രീയ വിമർശനങ്ങൾ, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതോടെ രാഹുൽ ഗാന്ധിക്കെതിരെ K സുരേന്ദ്രൻ മത്സരിക്കുന്ന, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും K സുരേന്ദ്രനും ആനിരാക്കി മത്സരിക്കുന്ന വയനാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ, ആ മണ്ഡലങ്ങളിലൊക്കെ കേരളത്തിൽ ഗുസ്തിയും ഡൽഹിയിൽ ദോസ്തിയും എന്ന് പറയുന്ന രാഷ്ട്രീയ വിമർശനം അത് കാലങ്ങളായി BJP ഉന്നയിക്കുന്നതാണ്. പ്രധാനമന്ത്രി അത് പല പ്രസംഗങ്ങളിലും കേരളത്തിൽ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങൾ കേരളത്തിൽ പുതുതായി പറയാനുണ്ട്. അതിൽ കരുവന്നൂർ ഒരു പ്രധാന വിഷയം തന്നെയാണ്. കരുവന്നൂരിലെ S വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുന്നംകുളത്തെ ചെറുവത്തൂർ ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം സംസാരിക്കും. ഇപ്പോൾ
BJPയുടെയും NDAയുടെയും നേതാക്കന്മാർ അദ്ദേഹത്തിന് ഉപഹാരങ്ങൾ നൽകി സ്വാഗതം നൽകുകയാണ്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി സംസാരിക്കും. 5 ലോക്സഭാ സ്ഥാനാർത്ഥികളാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഇപ്പോൾ വേദിയിലുള്ളത്.